നമസ്കാരം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന സിനിമാ നടൻ ഇവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ BJPക്ക് വേണ്ടിയാണ് മത്സരിക്കാൻ എത്തിയെന്നും അപകടകരമായ രാഷ്ട്രീയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതും എന്നുള്ളതും വളരെ വിശദമായി തന്നെ കേരളത്തിലെ ജനങ്ങളോട് നല്ല രീതിയിൽ അഭ്യർത്ഥിച്ചതായിരുന്നു. പക്ഷെ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആ വാക്കുകളെ ശ്രമിക്കുന്നതിനോ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമോ 2024 പാർലമെന്റ് ഇലക്ഷനിൽ ജനങ്ങൾ നല്ല രീതിയിൽ അത് കൈക്കൊണ്ടില്ല എന്നുള്ളതിന് തെളിവാണ് ഇടതുപക്ഷത്തിന്റെ വൻ പരാജയം. അതിനുശേഷം UDF എംപിമാർ 19 ജയിക്കുകയും ഇതുവരെ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു സീറ്റ് പോലും കിട്ടാതിരുന്ന BJP സുരേഷ് ഗോപിയിലൂടെ ഒരു സീറ്റ് നേടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇത് പറയാൻ കാരണം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെടുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ ആ കന്യാസ്ത്രീകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ആക്രമിച്ചതിന്റെ പിന്നാലെ അവിടെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണ്. അവർക്ക് ജാമ്യം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും നിലവിലില്ലാത്ത ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ അതും മലയാളികളായിട്ടുള്ള 2 ക്രിസ്തീയ വ്യക്തികളാണ് അവിടെ അറസ്റ്റ് ആയിരിക്കുന്നത്, കന്യാസ്ത്രീകൾ. ഇതിന് സുരേഷ് ഗോപി MP എന്ന് പറയുന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല. ഇതാണ് RSSഉം BJPയും എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കി അതിന്റെ നേട്ടം കൊയ്ത് രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിലെത്തി മറ്റ് മതവിഭാഗങ്ങളെയും മറ്റ് ജനങ്ങളെയും തമ്മിൽ തല്ലിക്കുന്ന ഒരു നിലപാടിലേക്കാണ് RSSഉം BJPയും നിലകൊണ്ടിരിക്കുന്നത്. ആയിട്ട് അറിയാവുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ടാണ് ഇവരെ എന്ത് വില കൊടുത്തും കേരളത്തിൽ പരാജയപ്പെടുത്തണം എന്ന് വളരെ മാന്യമായി അഭ്യർത്ഥിച്ചത്. പക്ഷെ സുരേഷ് ഗോപി ഒരു നല്ല നടനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം മലയാള സിനിമയിലെ പ്രഗത്ഭന്മാരായിട്ടുള്ള നടന്മാരിൽ ഒരാളാണ് സുരേഷ് ഗോപി. പക്ഷെ അദ്ദേഹം BJPയിൽ ചെന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സകല മനുഷ്യത്വവും നശിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് ഈ മലയാളികളായ ഈ കന്യാസ്ത്രീമാരെ അവിടെ പിടിച്ച് അവിടെ ജയിലിൽ ഇട്ടിരിക്കുന്നതിന്റെ വിവരം അറിഞ്ഞിട്ടും ഒരു വാക്ക് പോലും സംസാരിക്കാനായിട്ട് തൃശ്ശൂരിലെ MP എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് മലയാളികൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. മലയാളികളായിട്ടുള്ള ഈ കന്യാസ്ത്രീകളെ പിടിച്ചിട്ട് ഇതുവരെ BJPയുടെ ഒരു നേതാക്കന്മാരും PJ കുര്യൻ പറഞ്ഞത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനില്ല എന്നുള്ള നിലയിലാണ് PJ കുര്യൻ പറഞ്ഞത്. പക്ഷെ സുരേഷ് ഗോപി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല അതിനെക്കുറിച്ച്. എന്നാൽ CPIMന്റെയും ഒരു പരിധിവരെ കോൺഗ്രസിന്റെയും MPമാർ പാർലമെന്റിൽ ബഹളമുണ്ടാക്കുകയും ഇതിനെക്കുറിച്ച് ചർച്ച വേണമെന്നും അവരെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും നിരുപാധികം വിട്ടയക്കണമെന്നുള്ള രീതിയിലും അഭ്യർത്ഥിക്കുകയുണ്ടായി. അതൊന്നും കേൾക്കാതെ ഇപ്പോഴും ആ കന്യാസ്ത്രീമാരെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ജയിലിന്റെ അകത്ത്. ഇന്ന് ഇടതുപക്ഷ MPമാർ വൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള സംഘം, റഹീം, അതുപോലെ ഇടതുപക്ഷ MPമാർ എല്ലാവരും കൂടി, തമിഴ്നാട്ടിലെ MPമാരും ഇടതുപക്ഷ CPMന്റെയും CPIയുടെയും അടക്കം മറ്റ് ഇടതുപക്ഷത്തിന്റെ മുഴുവൻ MPമാരും ഛത്തീസ്ഗഡിലേക്ക് പോവുകയും അവരെ കന്യാസ്ത്രീമാരെ കാണുന്നതിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ആ അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് അവരെ കാണാൻ ഇതുവരെ അനുവദിക്കാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ മതപുരോഹിതന്മാർക്കെതിരായിട്ടുള്ള
ഈ ആക്രമണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2014 മുതൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ എമ്പാടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് UP, മധ്യപ്രദേശ്, അതുപോലെ കർണാടക ഉള്ള നേരത്തെ BJP ഭരിച്ചിരുന്ന കർണാടക എന്നിവിടങ്ങളിലൊക്കെ ക്രിസ്തീയ സഭകൾക്ക് എതിരെയും നല്ല രീതിയിലുള്ള ആക്രമണം അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ഇത് ക്രിസ്ത്യൻ സഭയ്ക്ക് എതിരെ മാത്രമല്ല ഇവരുടെ ആക്രമണം നടന്നിട്ടുള്ളത്. മുസ്ലിം പുരോഹിതന്മാർക്കെതിരെയും അതുപോലെ തന്നെ മറ്റു വിഭാഗത്ത് ദളിതരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ദളിതർക്കെതിരായിട്ടുള്ള ആക്രമണം ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അതുപോലെ തന്നെ മിക്ക സ്റ്റേറ്റുകളിലും ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും അതുപോലെ തന്നെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരെയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ അതിരൂപത ഒരു വിവേകം കാട്ടിയിട്ടുണ്ട്. അവരോട് ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യരുതെന്ന് നല്ല രീതിയിൽ പറയാവുന്ന രീതിയിലൊക്കെ ഇടതുപക്ഷം പറഞ്ഞതാണ്. പക്ഷെ കോൺഗ്രസും അതുപോലെ തന്നെ ഈ ക്രിസ്തീയ സഭകളിലൊക്കെ പോയി മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിലൊക്കെ അവിടുത്തെ പുരോഹിതരടക്കം വീണുപോയി എന്ന് പറയുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വോട്ടുകൾ അങ്ങോട്ട് പോയിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ മതസംഘടനയിൽപ്പെട്ട പുരോഹിതന്മാരെല്ലാവരും അതിനെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ തെരുവിലിറങ്ങി നല്ല രീതിയിലൊരു പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ആണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രതിഷേധ സമ്മേളനം നടക്കുന്ന തൃശ്ശൂരിൽ നിന്നാണ് BJPക്ക് ലോക്സഭയിലേക്ക് ഒരു MP-യെ കിട്ടിയിരിക്കുന്നത്. ആ MP കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. അപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധം കാണേണ്ടതാണ് എന്നത് തന്നെയല്ലേ ഇപ്പോൾ തൃശ്ശൂർ രൂപത വ്യക്തമാക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയുടെ കന്യാസ്ത്രീകളുടെ അന്യായമായ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പരിപാടി ഇതാ തുടങ്ങുകയാണ്. പ്രതിഷേധ സമ്മേളനമാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം റിപ്പോർട്ടറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രതിഷേധം എന്നതാണ്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലൂടെ സമരം നയിച്ചു വന്ന കന്യാസ്ത്രീകളും അതുപോലെ തന്നെ പിതാക്കന്മാരും വൈദികരും ചേരുന്ന അൽമായരും ചേരുന്ന വലിയ സമൂഹം ഉറക്കെ വിളിച്ചു പറയുന്നത്. ജയ്സൺ, ഇതൊരു കൃത്യമായ സൂചനയല്ലേ? നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന തീർച്ചയായും തൃശ്ശൂരിൽ നിന്ന് ഇത്ര ശക്തമായ പ്രതിഷേധ സമരം ആരംഭിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂർ BJP-യുടെ MP ആണ്. കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ ഒരു BJP-യെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അതിശക്തമായ പ്രതിഷേധം ഒരു മുന്നറിയിപ്പാണ്, ഒരു സൂചനയാണ്. ശക്തമായ ഇടപെടൽ ആവശ്യമുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് സത്യത്തിൽ തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിലെ പ്രതിഷേധ സമരം. ഈ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ക്രൈസ്തവ സമൂഹം നേരിടുന്ന വിഷയങ്ങൾ, മറ്റു സംസ്ഥാനങ്ങളിൽ പൊതുസേവനത്തിന് എല്ലാം പോലും പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ കേന്ദ്രങ്ങൾ നടത്തണം. അതിൽ നിന്നകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് തൃശ്ശൂർ അതിരൂപത ഇപ്പോൾ പ്രതിഷേധ സമരം. എന്തായാലും തൃശ്ശൂർ അതിരൂപത എടുത്തിരിക്കുന്ന ഈ തീരുമാനം വളരെയേറെ സ്വാഗതാർഹമാണ്. കാര്യം ഇവിടെ നിന്ന് ഇവരുടെ എല്ലാം വോട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് സുരേഷ് ഗോപി ഈ കാര്യത്തിൽ ഒരു കാര്യം പോലും മിണ്ടിയിട്ടുമില്ല. ആ മലയാളികളെ അവിടെ നിന്ന് വിട്ട് ഇവിടെ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യവും കാണിക്കാതെ നടക്കുകയാണ്. അപ്പൊ ഇതാണ് BJP-യും സംഘപരിവാരം എന്നുള്ളത് ജനങ്ങൾക്കാകെ മനസ്സിലായി വരുന്നുണ്ട്. ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവും എന്നുള്ളത് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. പക്ഷെ ജനങ്ങൾ അത് കേട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ അത് പ്രത്യേകിച്ച് ക്രിസ്തീയ സഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ഇപ്പോൾ പ്രതിഷേധത്തിനൊക്കെ ഇറങ്ങിയത് വളരെയേറെ സ്വാഗതാർഹമാണ്. എന്തായാലും സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തിയോട് ആർക്കും നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ BJP എന്ന പ്രസ്ഥാനത്തിലേക്കും RSSലേക്കും ചെന്നു കഴിഞ്ഞാലുള്ള ഒരു ദുരനുഭവം ഇതാണെന്നുള്ളത് ജനങ്ങൾക്കാകെ മനസ്സിലായിട്ടുണ്ട്.
അവർ പൊതുമണ്ഡലത്തിൽ സ്വീകരിച്ചിരിക്കുന്ന RSSന്റെ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്ന ഉന്മൂലനം ചെയ്യേണ്ട 3 ആൾക്കാരിൽ ഒരാളാണ് ക്രിസ്തീയ വിഭാഗം. 1 കമ്മ്യൂണിസ്റ്റുകാര്, 2 മുസ്ലിങ്ങള്, 3 ക്രിസ്ത്യൻ വിഭാഗങ്ങള്. ഇത്രയും വിഭാഗങ്ങൾ ഭാരതത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യണമെന്ന് അവരുടെ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് RSS പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ഇപ്പോൾ അവര് RSS നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3/2 ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. 2024 പാർലമെന്റ് ഇലക്ഷനിൽ ഏകദേശം 300 സീറ്റ് അവർക്ക് കിട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥ വളരെ പരിതാപകരമായ പോയേനെ ഇന്ത്യയുടെ അവസ്ഥ. എന്തായാലും അവർക്ക് 240 സീറ്റ് കൊണ്ട് ഒറ്റയ്ക്ക് ഭരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇല്ലാത്തത്. എങ്കിലും ഇന്ത്യയുടെ പല ഭാഗത്തും ഇതുപോലുള്ള ആക്രമണങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിനെയെല്ലാം ശക്തമായി എതിർക്കുകയും വേണം. ഇപ്പോ ഈ മലയാളികളെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നതിൽ ഒരക്ഷരം ഉരിയാടിയിട്ടില്ലാത്ത സുരേഷ് ഗോപിക്ക് ഇത് ഒരു താക്കീതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയും പ്രതിഷേധങ്ങൾ കേരളത്തിൽ നിന്ന് നല്ല രീതിയിൽ ഉയർന്നു വരണം. പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകളിൽ നിന്നും മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നെങ്കിൽ മാത്രമേ കേരളീയരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കൂ കേന്ദ്ര ഗവൺമെന്റ്.